എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതാണ് ഉഴിഞ്ഞ. ഇപ്പൊ സംസ്കൃതത്തില് ഇന്ദ്രവല്ലി എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇത് ദശപുഷ്പങ്ങളിൽപ്പെട്ട ചെടിയാണ് ഈ ഉഴിഞ്ഞ. ഉഴിഞ്ഞ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വള്ളി പോലെ പടർന്ന് കിടക്കുന്ന ചെടിയാണ് ഈ ഉഴിഞ്ഞ. ഇത് വേരും ഇലയും തണ്ടും കായൊക്കെ ഔഷധ ഗുണമുള്ളതാണ് ഇതിന്റെ ഇലകളാണ് ഈ കാണുന്നത്. ഇതിന്റെ പൂക്കളാണ് കണ്ട, വെള്ള നിറത്തിലാണ്, ചെറിയ പൂക്കളാണ് ഈ ഉഴിഞ്ഞെടുത്തത്. പിന്നെ ഇതിന്റെ കായകൾ കണ്ടില്ലേ, കായ ഇതേപോലെയാണ് കായ ഇരിക്കുന്നത്. ഇത് ഉണക്ക കായകളാണ് ഈ കാണുന്നത് കണ്ട. അപ്പൊ നമ്മ ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച് വിത്തുകളായിരിക്കുള്ളൂ കണ്ട. ഇതേപോലെയാണ് ഉണക്ക വിത്തുകൾ ഇരിക്കണുണ്ട്. ഈ ഉണക്ക വിത്തിന്റെ ഉള്ളിൽ കണ്ട ഇതേപോലെ കറുത്ത കളറിലുള്ള വിത്തുകൾ കണ്ട. ഈ വിത്തുകളൊക്കെ മുളച്ചേക്കണേന് കാണുന്നത്. ഇതൊക്കെ ഉഴിഞ്ഞയുടെ തൈകളാണ് കണ്ട. അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ഏത് സമയത്തും കൃഷി ചെയ്യാനുള്ളൂ ഈ ഉഴിഞ്ഞ. പക്ഷെ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നട്ട ചെടി നശിച്ചു പോകും. പിന്നെ നമ്മൾ വീണ്ടും വീണ്ടും വിത്ത് പാകി നമുക്ക് മുളപ്പിക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടും. ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ് മുറിച്ച് നട്ടിട്ടും നമുക്ക് ഇതിന്റെ തൈകൾ ഉണ്ടാക്കാട്ടാ. അപ്പൊ നമുക്ക് വല്ല ചെറിയ മരത്തുമലോ അല്ലെങ്കിൽ എല്ലാം ഇതേപോലെ കണ്ട നെറ്റിലൊക്കെ പടർത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ കിടന്ന് ഇങ്ങനെ വളർന്നോളും. പ്രത്യേകിച്ച് യാതൊരു പരിചരണങ്ങളും വേണ്ടാത്ത ചെടിയാണ് ഉഴിഞ്ഞ. അപ്പൊ പണ്ട് കാലത്തൊക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തൊടികളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഉഴിഞ്ഞ. പിന്നെ ഇപ്പൊ ഉഴിഞ്ഞൊക്കെ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ചെടിയാണ്. ഇന്നിപ്പം നമുക്ക് ഈ ചെടിയൊക്കെ കിട്ടാൻ നല്ല പ്രയാസമാണ്. നമ്മൾ നട്ടു വളർത്തിയാൽ മാത്രമേ നമുക്ക് ഉഴിഞ്ഞൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഉഴിഞ്ഞാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാമ്പു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഈ ഉഴിഞ്ഞ. ഈ മുടി കൊഴിച്ച് തടയാനും മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ലതാണ്. നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീര്, സന്ധിവാതം, പനി എന്നിവക്കൊക്കെ നമുക്ക് മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഉഴിഞ്ഞ. പിന്നെ നാഡീ സംബന്ധമായ അസുഖങ്ങൾക്ക്, മൂലക്കുരുവിന്, മലബന്ധത്തിനൊക്കെ ചികിത്സക്കായിട്ട് ഉഴിഞ്ഞ് ഉപയോഗിക്കേണ്ട കേട്ടോ. പിന്നെ സുഖപ്രസവത്തിനൊക്കെ ഏറ്റവും നല്ല ഉത്തമമാണ് ഈ ഉഴിഞ്ഞ. സന്ധിവാതത്തിന് എങ്ങനെയാണ് ഉപയോഗിക്കണേന്ന് വെച്ചാൽ ഈ ഉഴിഞ്ഞയുടെ ഇലകള് പേസ്റ്റ് രൂപത്തിലാക്കി നമുക്ക് പുരട്ടാൻ ഉപയോഗിക്കാം. പിന്നെ നീര് കുറയാനും കുരുക്കള് കുറയാനൊക്കെ നല്ലതാണ്. അതേപോലെ തന്നെ മൃഗങ്ങൾക്ക് അവരുടെ ശരീരത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് ഇതിന്റെ ഈ ഉഴിഞ്ഞിട്ടിട്ട് പുകച്ചിട്ട് ആ പുക കൊള്ളിക്കണം നല്ലതാണ്. പിന്നെ ആ മൃഗങ്ങൾക്ക് പനി പറയലൊക്കെ മാറാനും ഇത് സഹായിക്കണുണ്ട്. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ ഉഴിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല ഔഷധ ചെടി തന്നെയാണ്. പല അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കണ ചെടി തന്നെയാണ് ഉഴിഞ്ഞ. നമുക്ക് ഇതേപോലെ കണ്ടോ, ഞാൻ ഇത് വളർത്തിയേക്കണെന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു കൊടുത്തേക്കണത്. നമുക്ക് ഇതേപോലെ ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്താം. സ്ഥലമുള്ളവർക്ക് പറമ്പിലും ഒരു അരികിലും അതിലുമലൊക്കെ പടർത്തിടാനുള്ള ഈ ഉഴിഞ്ഞാന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാവരും ഉഴിഞ്ഞയുടെ ചെടിയൊക്കെ നട്ട് വളർത്തണം. കാരണം ഉഴിഞ്ഞാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിക്ക ആളുകൾക്ക് അറിയില്ല. അറിയാത്ത ഒരു ഔഷധ ചെടിയാണ് ഈ ഉഴിഞ്ഞ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിങ്ങനെ വീടുകളിലൊന്നും നമ്മൾ നട്ട് വളർത്തിയാൽ മാത്രമേ ഉഴിഞ്ഞുണ്ടാകുള്ളൂ. അല്ലാണ്ട് നമുക്ക് പറമ്പുകളിലൊക്കെ ഇന്ന് എല്ലാവരും കാടൊക്കെ വൃത്തിയാക്കിയിടണാരോ പറമ്പിലൊന്നും തനിയെ മുളയ്ക്കും. പിന്നെ ഒരു പ്രാവശ്യം ഇതിന്റെ വിത്ത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇതിന്റെ വിത്ത് എവിടെ കിടന്നാലും മുളച്ചു വരും. പക്ഷെ ഈ ചെടി ഏതാന്ന് ആളുകൾക്ക് അറിയില്ലല്ലോ. ഇതാണ് നമ്മുടെ ഉഴിഞ്ഞയുടെ ചെടി. അപ്പൊ നമ്മ കർക്കിടകത്തിലൊക്കെ കഞ്ഞി വെക്കോല, അതില് നമ്മ ദശപുഷ്പങ്ങളിലൊക്കെ ചേർക്കോല. അതിലൊരു പ്രധാന ചേരുവ ഈ വള്ളി ഉഴിഞ്ഞ. അപ്പൊ ഇതിനെ വള്ളി ഉഴിഞ്ഞാന്നുള്ള പേരും ഉണ്ട് കേട്ടാ. അപ്പം നമുക്കിത് നമ്മുടെ വീട്ടിൽ വെച്ചുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമുക്ക് കഞ്ഞിയൊക്കെ വെക്കോല. കഞ്ഞിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ലത് തന്നെയാണ്. ഇതിന്റെ ഇലകളൊക്കെ ഇലകൾ നല്ല ഇലയും തണ്ടും ഇതിന്റെ നീരെടുത്തിട്ടാണ് നമ്മ ചേർക്കണത്. അപ്പൊ നമ്മുടെ വീട്ടില് എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഔഷധ ചെടി തന്നെയാണ് ഉഴിഞ്ഞ. അതേപോലെ നമുക്ക് മുടി, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഷാമ്പു ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് താളിയാക്കി നമുക്ക് ഈ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ താളിയാക്കി കിട്ടും. അത് നമുക്ക് തല കഴുകാൻ നല്ലതാണ്. താരനൊക്കെ പോകാനായിട്ട് ബെസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഉഴിഞ്ഞയുടെ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.